കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചന പഠനത്തിനായി നമുക്ക് ദൈവം ഒരവസരം കൂടി നൽകിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ പഠിച്ചതായിട്ടുള്ള വിഷയം എല്ലാവരുടെയും ഓർമ്മയിൽ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായിരുന്നു കഴിഞ്ഞ ആഴ്ച ഞാൻ പഠിപ്പിച്ചതായിട്ടുള്ള വിഷയം? സൽപ്രവൃത്തികൾ. ദൈവവചനം നാം പഠിക്കുന്നത് അതിൻ്റെ അനുസരണത്തിന് വേണ്ടിയിട്ടാണ് എന്നറിയാമല്ലോ. അപ്പോൾ സൽപ്രവൃത്തികളെക്കുറിച്ച് നാം പഠിച്ചിട്ട് കഴിഞ്ഞ ആഴ്ച ആ ഒരു മേഖലയിൽ നാം എന്തെല്ലാം നമ്മുടെ കാഴ്ചപ്പാടുകളെ രൂപാന്തരപ്പെടുത്തുകയോ എന്തെങ്കിലും ചില നടപടികൾ എടുക്കുകയും ചെയ്തുവോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അങ്ങനെ എന്തെങ്കിലും ചെയ്തോ? പലരും ചുണ്ടത്ത് കൈവയ്ക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, പുഞ്ചിരിക്കുന്നുണ്ട്, പലരും താഴേക്ക് നോക്കുന്നുണ്ട്. അങ്ങനെ പ്രതികരണങ്ങൾ വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മൾ ദൈവവചനം പഠിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ അനുസരണത്തിന് വേണ്ടിയാണ്. വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ പഠിച്ചിട്ട് അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രായോഗികമായി കൊണ്ടുവരാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചിന്തയൊന്നും നമ്മൾ വന്നില്ല എന്നുള്ളത് സങ്കടകരമായ ഒരു കാര്യമാണ്. എന്തൊക്കെയാണ് നമ്മൾ സൽപ്രവൃത്തികളെക്കുറിച്ച് പഠിച്ചേ? ദൈവം മനുഷ്യനെ രക്ഷിക്കുന്നത്, ദൈവത്തിൻ്റെ മക്കളാക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം ചില സൽപ്രവൃത്തികൾ ഒരുക്കി വെച്ചിട്ടാണ് നമ്മെ രക്ഷിച്ചിരിക്കുന്നത്, അല്ലേ? ഓരോ ദൈവ പൈതലിനെയും രക്ഷിക്കുന്നതിന് മുമ്പ് അവനവൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള സൽപ്രവൃത്തികൾ അങ്ങനെ ഒന്ന് ഉണ്ട് എന്നാണ് നാം വായിക്കുന്നത്. രക്ഷയെ സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് എഫെസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. അപ്പോൾ രക്ഷയ്ക്ക് യാതൊരു പ്രവൃത്തികളും കാരണമല്ല എന്ന് അസന്നിഗ്ധമായി പറഞ്ഞതിന് ശേഷം പറയുകയാണ്, എന്നാൽ നിങ്ങളെ രക്ഷിച്ചിരിക്കുന്നത് ദൈവം നിങ്ങൾ ചെയ്യാനായിട്ട് ചില സൽപ്രവൃത്തികൾ ഒരുക്കി വെച്ചിട്ട് അത് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ നമ്മൾ ധാരാളം വാക്യങ്ങൾ, കർത്താവ് മരിച്ചത് എന്തിനാണ്? കർത്താവ് മരിച്ചത് സൽപ്രവൃത്തികൾക്ക് ശുഷ്കാന്തിയുള്ള ഒരു ജനത്തെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയാണ് കർത്താവ് മരിച്ചത് നമ്മൾ വായിച്ചു. ദൈവവചനം നൽകിയത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും സൽപ്രവൃത്തികളിൽ തികഞ്ഞവരായി തീരേണ്ടതിന് വേണ്ടിയാണ്. സ്ത്രീകളുടെ അലങ്കാരം എന്ന് പറയുന്നത് പൊന്നണിയുന്നതൊന്നുമല്ല, മറിച്ച് അത് സൽപ്രവൃത്തികളാണെന്ന് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴും ഒരുങ്ങിയിരിക്കേണ്ടത് എന്തിനാണ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ വായിച്ചു. സൽപ്രവൃത്തികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് നമ്മൾ വായിച്ചു. അങ്ങനെ ധാരാളം വാക്യങ്ങൾ സൽപ്രവൃത്തികളെ കൊണ്ട് നമ്മൾ വായിച്ചു. എന്നാൽ അത് നമ്മുടെ ജീവിതത്തിൽ യാതൊരു വക ചലനവും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ എന്തോ ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നതിന് തടസ്സമായിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയോ ചില അവസ്ഥാവിശേഷം ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എന്താണ് സൽപ്രവൃത്തികൾ? അതുപോലെ തന്നെ
ഈ സൽപ്രവൃത്തികൾ ഉളവാകുന്നതായിട്ടുള്ള രണ്ട് ഉറവിടം നമുക്ക് ദൈവവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ള പ്രവൃത്തികൾ എന്താണ്? നാം ചെയ്തു പോരേണ്ടതിന് ദൈവം നമുക്കൊരുക്കിയിരിക്കുന്നതായിട്ടുള്ള സൽപ്രവൃത്തികൾ അതെങ്ങനെയാണ് ഒരാൾക്ക് ചെയ്യുവാനായിട്ട് കഴിയുന്നത്? മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായത്തിൽ വെള്ളസിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് കർത്താവ് ന്യായം വിധിക്കുമ്പോൾ സകല മനുഷ്യരെയും തൻ്റെ ഇടത്തും വലത്തുമായി ചെമ്മരിയാടുകളും കോലാടുകളും പോലെ വേർതിരിച്ച് തൻ്റെ വലതുഭാഗത്തുള്ളവരോട് അരുളി ചെയ്യുന്നത്, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. അപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് അവർ ചെയ്തതായിട്ടുള്ള പല പ്രവൃത്തികളെ സംബന്ധിച്ചാണ്. അപ്പോൾ പിന്നെ പ്രവൃത്തികളാലാണോ രക്ഷ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പ്രവൃത്തികളാൽ അല്ല രക്ഷ. എന്നാൽ അവിടെ പ്രവൃത്തികളാലാണല്ലോ, നമ്മൾ പ്രഥമ ദൃഷ്ടിയ വായിച്ചു നോക്കിയാൽ പ്രവൃത്തികളാലാണല്ലോ അവിടെ ഈ തരംതിരിവ്, ഇടത്തും വലത്തുമായിട്ട് വെച്ചിരിക്കുന്നതായിട്ടുള്ള തരംതിരിവ് വന്നിരിക്കുന്നത് എന്ന് നമുക്ക് പ്രഥമ ദൃഷ്ടിയ തോന്നുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്നാൽ നമുക്ക് ഒരു വാക്യം വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ, അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. അപ്പോൾ നമ്മുടെ നല്ല പ്രവൃത്തികളൊക്കെ ആര് കാണണം? മനുഷ്യരെല്ലാവരും കാണണം. എന്നാൽ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 1-ാം വാക്യത്തിൽ, മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുമ്പിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പിൻ, അല്ലാഞ്ഞാൽ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിൻ്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. കർത്താവ് ആദ്യം പറഞ്ഞു, മനുഷ്യരെല്ലാവരും നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തട്ടെ. എന്നാൽ അല്പസമയം കഴിഞ്ഞ്, ഈ അധ്യായങ്ങളൊക്കെ പിന്നീട് തിരിച്ചതാണല്ലോ, അത് പറഞ്ഞ് ഏതാനും വാക്യങ്ങൾ പറഞ്ഞതിന് ശേഷം കർത്താവ് വീണ്ടും പറയുകയാണ്, മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുമ്പിൽ ചെയ്യാതിരിപ്പാൻ നോക്കുവിൻ. ഇതെങ്ങനെയാണ് തമ്മിൽ പൊരുത്തപ്പെടുന്നത്? കർത്താവ് വൈരുദ്ധ്യമായിട്ടാണോ സംസാരിക്കുന്നതെന്നൊരു പക്ഷേ നമുക്ക് തോന്നാനായിട്ടുള്ള സാധ്യതയുണ്ട്. 5-ാമത്തെ അധ്യായത്തിൽ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് എന്ന ഒരു പദം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവവചനം വായിക്കുമ്പോൾ ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയോ പുള്ളിയോ പോലും മാറിപ്പോവുകയില്ല എന്നാണ് ദൈവവചനം നമ്മോട് പറയുന്നത്. അപ്പോൾ വള്ളിക്കും പുള്ളിക്കും വാക്കിനും പ്രയോഗത്തിനുമൊക്കെ ദൈവവചനത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. എബ്രാഹാമിനെ കുറിച്ച് പറയുമ്പോൾ നിന്റെ സന്തതികളെക്കുറിച്ച് എന്നല്ല, സന്തതിയെക്കുറിച്ച്. അപ്പോൾ ഒരു ഏകവചനവും ബഹുവചനവും തമ്മിലുള്ള വ്യത്യാസം പോലും അപ്പോസ്തലന്മാർ ദൈവവചനത്തെ എടുത്തിട്ട് കൃത്യമായി അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഉപദേശിച്ചു തരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 5-ാമത്തെ അധ്യായത്തിൽ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ 6-ാമത്തെ അധ്യായത്തിൽ നിങ്ങളുടെ നീതിയെ അവരുടെ മുമ്പിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പിൻ. അപ്പോൾ നിങ്ങളുടെ നല്ല പ്രവൃത്തികളും നിങ്ങളുടെ നീതിയും എന്ന് പറഞ്ഞതായിട്ടുള്ള രണ്ട് വിഭാഗത്തിലാണ് ഈ പ്രവൃത്തികൾ വരുന്നത്. ഈ നല്ല പ്രവൃത്തികൾ എന്ന് പറയുന്നത് അപ്പോൾ എവിടുന്നാണ്? നമ്മളുടെ നീതി എന്ന് പറയുന്നത് എവിടുന്നാണ്? അതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ചിന്തനീയമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. എന്താണ് ദൈവം മറ്റുള്ളവരെല്ലാവരും കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട നല്ല പ്രവൃത്തികൾ എന്താണ്? ഒരു മനുഷ്യനും കാണാൻ പാടില്ലാത്ത, ആരെയും അറിയിക്കാൻ പറ്റാത്തതായിട്ടുള്ള സ്വന്തം നീതി പ്രവൃത്തികൾ. ഇതിൻ്റെ രണ്ടിൻ്റെയും ഉറവിടം എന്ന് പറയുന്നത് രണ്ട് സ്ഥലത്ത് നിന്നാണ്. ഒന്ന് ജഡത്തിൽ നിന്ന്, മറ്റൊന്ന് ആത്മാവിൽ നിന്ന്. പത്രോസ് എഴുതിയ ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ
പിതാവായ ദൈവത്തിൻ്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും. അവിടെ നമ്മൾ വായിക്കുന്നത് ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാൻ. ഈ അനുസരണം കാണിക്കുക, അനുസരിക്കുക എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലെ നല്ല പ്രവൃത്തികൾ എന്ന് പറയുന്നത്. സൽപ്രവൃത്തികൾ എന്ന് പറയുന്നത് ദൈവവചനത്തോടുള്ള അനുസരണമാണ്. അപ്പോൾ ഈ അനുസരണം വരണമെങ്കിൽ അത് എവിടെ ആരംഭിക്കണം? ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിൽ ആരംഭിക്കണം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 7-ാം അധ്യായത്തിൽ ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതുകൊണ്ട് ആത്മാവിലെയും ജഡത്തിലെയും സകല കന്മഷവും നീക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ആത്മാവിലെ കന്മഷം നീക്കണം. ഇവിടെയും അതാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ്? ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിക്കണം. നമ്മുടെ ജീവിതത്തിൽ ആത്മാവിൻ്റെ വിശുദ്ധീകരണം നാം പ്രാപിക്കുന്നതിനനുസരിച്ചിട്ടാണ് ദൈവം നമ്മളിൽ അല്ലെങ്കിൽ നമുക്ക് ദൈവപ്രസാദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അത് 5-ാം അധ്യായത്തിൽ, മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൽ നാം വായിച്ചതുപോലെ ലോകം കാണേണ്ടതായിട്ടുള്ള നല്ല പ്രവൃത്തികൾ അത് കണ്ടിട്ട് ലോകം ദൈവത്തെ, പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തണം. എന്നാൽ നമുക്കറിയാം, യാതൊരു വക ദൈവവിശ്വാസമില്ലാത്ത ആളുകളും ഈ ലോകത്ത് ധാരാളമുണ്ട്. അവരൊക്കെ ധാരാളം നല്ല പ്രവൃത്തികൾ ചെയ്യുന്നവരാണ്. അവരൊന്നും ആത്മാവിൻ്റെ തലത്തിൽ, ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരല്ല. മറിച്ച് അവരുടെ ദേഹിയിൽ അല്ലെങ്കിൽ അവരുടെ ജഡത്തിൽ നിന്ന് ചെയ്യുന്നതായിട്ടുള്ള ധാരാളം നല്ല പ്രവൃത്തികളുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല പ്രവൃത്തികൾ എന്ന് പറയുന്നത് നമ്മുടെ ജഡത്തിൽ നിന്ന്, നമ്മുടെ ദേഹിയിൽ നിന്ന് ഉത്ഭവിക്കാം. അതുപോലെ തന്നെ ആത്മാവിൽ നിന്ന് ഉത്ഭവിക്കാം. ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച് ആത്മാവിൻ്റെ തലത്തിൽ നിന്നും ആരംഭിക്കുന്നതായിട്ടുള്ള സൽപ്രവൃത്തികളാണ് യഥാർത്ഥത്തിൽ ദൈവം മുന്നൊരുക്കിയിരിക്കുന്നതായിട്ടുള്ള സൽപ്രവൃത്തികൾ എന്ന് പറയുന്നത്. അപ്പോൾ ആത്മാവിൽ നിന്ന് അത് ആരംഭിക്കണമെങ്കിൽ, ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിൽ നിന്ന് ആരംഭിക്കണമെങ്കിൽ അതിനെ നമുക്ക് മറ്റൊരു വിധത്തിൽ പറയാം. എന്താണെന്നറിയാമോ? നമ്മൾ പലപ്പോഴും ആരെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുന്ന ആളുകളെക്കുറിച്ച് കാണുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ, അറിയുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അതിനെയൊന്നും വിലയിരുത്തിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു സഹായം ചെയ്യാനായിട്ട് തീരുമാനിക്കാൻ സാധ്യത. അങ്ങനെ ചെയ്യുന്നതായിട്ടുള്ള ആളുകളുണ്ട്. ലോകത്തിൽ എല്ലായിടത്തും അങ്ങനെ ആളുകളുണ്ട്. എല്ലാ മതത്തിലും ജാതിയിലും പെട്ടതായിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകളുണ്ട്. എന്നാൽ ദൈവം ഒരുവനെ തൻ്റെ മകനാക്കി താൻ ഒരുക്കിയിരിക്കുന്നതായിട്ടുള്ള സൽപ്രവൃത്തികൾക്ക് വേണ്ടി സൃഷ്ടിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എന്തെങ്കിലും ചില അറിവുകൾ കിട്ടുമ്പോൾ ആ അറിവുകളുടെ അടിസ്ഥാനത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്യുക എന്നുള്ളതല്ല. അങ്ങനെ ചെയ്യുന്ന ആളുകൾ ധാരാളമുണ്ട്. അങ്ങനെയല്ല, മറിച്ച് നാം ക്രിസ്തുവിനോട് കൂടെ ചേർന്ന് ദൈവത്തിൻ്റെ ഒരു പൈതലായി തീരുമ്പോൾ, ഒരു പുതിയ സൃഷ്ടിയായി തീരുമ്പോൾ, അങ്ങനെയല്ലേ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ വായിച്ചത്, നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് സൽപ്രവൃത്തികൾക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. അപ്പോൾ ഒരു പുതിയ സൃഷ്ടിയായി തീരുമ്പോൾ നമ്മളിലേക്ക് വരുന്നതായിട്ടുള്ള ഒരു ദൈവിക ജീവനുണ്ട്, ഇല്ലേ? കർത്താവിനോട് നാം ചേരുന്നു, സ്നാനപ്പെട്ട് കർത്താവിനോട് നാം ചേരുമ്പോൾ നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള ഒരു ദൈവിക ജീവനുണ്ട്, നിത്യജീവൻ അല്ലെങ്കിൽ ദൈവിക ജീവൻ. ആ ജീവനും ആ സമൃദ്ധിയായിട്ടുള്ള ജീവനും ഉണ്ടാകേണ്ടതിന് വേണ്ടിയാണ് കർത്താവ് വന്നത്. അപ്പോൾ അങ്ങനെ ദൈവിക ജീവൻ ലഭിച്ചവരായിരിക്കുന്ന നമ്മുടെ ഉള്ളിൽ നിന്നും ദൈവികമായിട്ടുള്ള സ്വഭാവങ്ങൾ പുറത്തു വരുവാനായിട്ട് തുടങ്ങും. അതാണ് സൽപ്രവൃത്തികൾ എന്ന് പറയുന്നത്. അത് ഏതെങ്കിലും ഒരാളെയോ ഏതെങ്കിലും ഒരു സംഭവത്തെയോ ആസ്പദമാക്കി നാം നമ്മുടെ ബുദ്ധിയിലെടുക്കുന്നതായ, നമ്മുടെ ദേഹിയിലെടുക്കുന്നതായൊരു തീരുമാനമല്ല. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ശൈലിയാണ്. അത് നമ്മുടെ കാഴ്ചപ്പാടിലെ ഒരു വലിയ രൂപാന്തരമാണ്. അത് നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവൻ നമ്മൾ വ്യാപരിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ഒരു സ്വഭാവം നമ്മളിലേക്ക് പകരപ്പെടുന്ന ഒരവസ്ഥയാണ്. അത് കേവലം
നമ്മുടെ തീരുമാനമെടുത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യുന്ന ഒരു കാര്യമല്ല. അത് വല്ലപ്പോഴും അല്ല, അതൊരു ജീവിതത്തിൻ്റെ ഒരു രീതിയാണ്, അത് ജീവിതത്തിൻ്റെ ഒരു മാർഗമാണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, നമുക്ക് അങ്ങനെ നമ്മുടെ സ്വഭാവം തന്നെ ആ കർത്താവിൻ്റെ ജീവനിൽ നിന്ന് ആസ്പദമാക്കിയിട്ടുള്ള ഒരു ദൈവിക അല്ലെങ്കിൽ ആത്മീകമായിട്ടുള്ളൊരു സ്വഭാവം നമ്മളിൽ രൂപപ്പെട്ടാൽ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ അനുദിനം സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു കാര്യമായിട്ടിരിക്കും. അതിനെ തടുത്തു നിർത്താൻ ആർക്കും കഴിയില്ല. അപ്പോൾ അങ്ങനെ ദൈവിക ജീവൻ വ്യാപരിക്കുന്നതായിട്ടുള്ള ഒരാളുടെ ജീവിതത്തിൽ അവരുടെ സ്വഭാവത്തിലും കാഴ്ചപ്പാടിലും ഒക്കെ മാറ്റം വന്ന് ജഡത്തിലെയും ആത്മാവിലെയും കന്മഷവും ഒക്കെ മാറി അവര് കർത്താവിൻ്റെ സ്വരൂപത്തോട് അവർ അനുരൂപപ്പെടുമ്പോൾ അവരിൽ നിന്നും സ്വാഭാവികമായിട്ട് ഉളവാകുന്നതായിട്ടുള്ള പ്രവൃത്തികളാണ് ഈ ദൈവസന്നിധിയിൽ സ്വീകാര്യമായിട്ടുള്ള സൽപ്രവൃത്തികൾ എന്ന് പറയുന്നത്. അത് ആത്മാവിൻ്റെ തലത്തിൽ നിന്ന് വരുന്നതാണ്, അത് ദൈവിക ജീവനിൽ നിന്ന് വരുന്നതാണ്. എന്നാൽ നമ്മുടെ പ്രാണനിൽ നിന്ന് നമ്മുടെ ജീവൻ സ്ട്രോങ് ആണെങ്കിൽ നമ്മുടെ ജീവനിൽ നിന്ന് നമുക്ക് ചില ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ നമുക്ക് കാര്യമായിട്ടുള്ള പ്രാപ്തിയോ കഴിവോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ തീരുമാനത്തിനനുസരിച്ച് നമുക്ക് പലർക്കും പലതും ചെയ്തു കൊടുക്കുവാനായിട്ട് കഴിയും. ഞാൻ ബാങ്കിലായിരുന്നപ്പോൾ എനിക്ക് എൻ്റെ അടുക്കൽ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുമായിട്ട് വരുന്ന ആളുകൾക്ക് ലോണുകൾ കൊടുത്ത് സഹായിക്കാനോ, അല്ലെങ്കിൽ ഏതെങ്കിലും കടക്കടിയിൽ കുടുങ്ങിയതായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് ഒരു ഫിനാൻഷ്യൽ കൗൺസിലിംഗ് കൊടുക്കാനോ, അങ്ങനെ അവരെ അതിൽ നിന്ന് കരകയറ്റാനും ഒക്കെ ധാരാളം അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ജീവിത സാഹചര്യത്തിൽ ഒരു സാധ്യതയായിരുന്നു. എന്നാൽ അതൊരു ആത്മാവിൻ്റെ പ്രവർത്തനം, ആത്മാവിൻ്റെ തലം എന്നുള്ളത് അവിടെ കാര്യമായിട്ട് നമുക്ക് അവകാശപ്പെടുവാനായിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ നമ്മളിൽ ദൈവിക ജീവൻ വ്യാപരിച്ച് ദൈവത്തിൻ്റെ ഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ട് അതിൻ്റെ ഫലമായിട്ടുള്ള നിർബന്ധമായും വരേണ്ടതായിട്ടുള്ള വിശ്വാസത്തിൻ്റെ അനുസരണമായിരിക്കുന്ന പ്രവൃത്തികളുണ്ട്. പലപ്പോഴും ഇന്ന് സഭാജീവിതം, വിശ്വാസ ജീവിതം, ക്രിസ്തീയ ജീവിതം എന്നൊക്കെ പറഞ്ഞ് എന്താണ്, ഞായറാഴ്ച എല്ലാവരും വന്ന് പാട്ടുപാടി ഒരു സന്ദേശമൊക്കെ കേട്ട് അപ്പം നുറുക്കലിലൊക്കെ പങ്കെടുത്ത് സന്തോഷമായിട്ടൊക്കെ പിരിയുന്നു അല്ലേ എല്ലാവരും. പിന്നെ എല്ലാവരും അവരവരുടേതായിട്ടുള്ള ജീവിതത്തിലേക്ക് മടങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. മറ്റുള്ളവരെ സംബന്ധിച്ച് ആരും അങ്ങനെ കാര്യമായിട്ട് ചിന്തിക്കാറില്ല. എന്നാൽ ഞാൻ വിചാരിക്കുന്നു, ദൈവസഭ എന്ന് പറയുന്നത് ഒരു കുടുംബമാണ്. ആ കുടുംബത്തിൽ ഉള്ള ആളുകളെല്ലാം ആ കുടുംബത്തിലെ അംഗങ്ങളാണ്. ഒരുപക്ഷെ ഇനിയും നമ്മൾ ഒരു കുടുംബമായി പ്രവർത്തിക്കേണ്ടുന്നതായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് വളരേണ്ടതുണ്ട്. നമ്മളൊക്കെ ഓരോരുത്തരും അവരവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്ന് ഞാൻ ഭയത്തോടെ ഓർക്കുകയാണ്. നമ്മുടെ ഒരു ഭവനമാണ് സഭ, ഒരു ഭവനമാണ് എങ്കിൽ, അത് ദൈവത്തിൻ്റെ ഭവനമാണ് എങ്കിൽ ആ സഭയിലുള്ള ആളുകൾ തമ്മിലുള്ള, നമ്മളതിനെക്കുറിച്ച് പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളതാണ്, ഏകഹൃദയം, ഏകഭാവം, ഏക മനസ്സ്, ഐക്യം, ഒന്ന് തന്നെ ചിന്തിക്കുക. ഇതൊക്കെയാണ് ഒരു ദൈവസഭയിലെ അംഗങ്ങൾ തമ്മിലുള്ളത് എങ്കിൽ, എന്നാൽ അതിന് വളരെ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് സഭകളിലൊക്കെ പഠിപ്പിക്കുന്നത്. ഞാൻ ഓർക്കുന്നു, ഞാൻ ഇതിനു മുമ്പ് അംഗമായിരുന്നൊരു സഭയിൽ ഒരു യൗവനക്കാരൻ, എന്ന് വെച്ചാൽ 10-35 വയസ്സൊക്കെ ഉണ്ട്, യൗവനക്കാരൻ സഭയിൽ പഠിപ്പിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞതായിട്ടുള്ള ചില വാക്കുകൾ ഇന്നും അത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു തെറ്റാണ് എന്നുള്ളതുകൊണ്ട് അത് അന്നേ എൻ്റെ മനസ്സിൽ പതിഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നമുക്കെല്ലാവർക്കും ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ട്, ഒരു വ്യക്തിപരമായിട്ടുള്ള, ആർക്കും കടന്നു കയറാൻ പറ്റാത്ത, ആരും അറിയാൻ ആവശ്യമില്ലാത്ത ഒരു പേഴ്സണൽ സ്പേസ് നമുക്കുണ്ട്. അതിലേക്ക് ആർക്കും പ്രവേശനമില്ല. പ്രിയമുള്ളവരെ, ഒരു ശരീരമായിട്ട് വളരുന്ന, മുമ്പോട്ട് പോകുന്ന ഒരു സഭയിൽ എല്ലാവർക്കും മറ്റാരും അറിയാൻ ആവശ്യമില്ലാത്തതായിട്ടുള്ള, സൂക്ഷിക്കുന്ന രഹസ്യ സ്വഭാവമുള്ള മേഖലകളുണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു സഭയ്ക്ക് ഒരു ശരീരമായി തീരുവാനായിട്ട് കഴിയുക? ഒരു സഭയിൽ എല്ലാവർക്കും കൂടെ ഒറ്റ ഹൃദയമേ പാടുള്ളൂ, ഒരു മനസ്സേ പാടുള്ളൂ,
ഒരു ഭാവമേ പാടുള്ളൂ, ഒരു വായേ പാടുള്ളൂ. ഏകവായാൽ അല്ലെ, ഒരു വായനാൽ മഹത്വീകരിക്കേണ്ടതിന് ഒരു വായേ പാടുള്ളൂ എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ഒരു വഴിയാണ് ഉള്ളത് എന്ന് സഭയിൽ പഠിപ്പിക്കുമ്പോൾ എങ്ങനെ അങ്ങനെ ഒരു കൂട്ടത്തിനൊരു സഭയായി തീരുവാനായിട്ട് കഴിയും? കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയായിട്ട് തീരുവാൻ അങ്ങനെ ഒരു കൂട്ടത്തിന് ഒരിക്കലും കഴിയുകയില്ല. ഞാൻ വിചാരിക്കുന്നു നമ്മളുടെയൊക്കെ പഴയ ആ ശീലങ്ങൾ കൊണ്ട് നാം കേൾക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തതായിട്ടുള്ള നമ്മുടെ ആ ശീലവും രീതികളൊക്കെ കൊണ്ട് നമുക്കും എല്ലാവർക്കും പലപ്പോഴും നമ്മളുടേതായിട്ടുള്ള ചില റൂട്ടുകളുണ്ട്. മറ്റാരെയും അതിനകത്തേക്ക് പ്രവേശിപ്പിക്കുവാനായിട്ട് ആർക്കും താല്പര്യമില്ല. വളരെ ഒളിച്ചും പാത്തും മറ്റുള്ളവരുടെ മുമ്പിൽ നാം കാണിക്കുന്നതായിട്ടുള്ളൊരു മുഖവും നമ്മുടെ ഉള്ളിൽ നാം സൂക്ഷിക്കുന്നതായിട്ടുള്ള യഥാർത്ഥ മുഖവും, ഇങ്ങനെ രണ്ട് മുഖങ്ങൾ നമുക്കുണ്ട്. ചിലപ്പോഴൊക്കെ ചില പരീക്ഷയുടെ സന്ദർഭങ്ങളിൽ വരുമ്പോഴാണ് പലപ്പോഴും പലരുടെയും ആ പൊയ്മുഖങ്ങൾ പുറത്തു വരുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ വളരെ വിവേകികളായിട്ടുള്ള ആളുകൾക്ക് അങ്ങനെയുള്ള പൊയ്മുഖങ്ങളൊന്നും പുറത്തു വരാതെ സൂക്ഷിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന വിഷയം വേറെയാണ്. സൽപ്രവൃത്തികൾ എന്ന് പറയുന്നത് ആത്മാവിൻ്റെ അനുസരണം പ്രാപിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവിക ജീവൻ വ്യാപരിച്ച് ദൈവികമായിട്ടുള്ളൊരു ഭാവത്തിൽ നിന്നും നമ്മുടെ ഒരു സ്വഭാവമാണ്, നമ്മുടെ ഒരു ക്യാരക്ടറാണ് യഥാർത്ഥത്തിൽ ഈ സൽപ്രവൃത്തികൾ എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം സൽപ്രവൃത്തികളെ കുറിച്ച് പറയുമ്പോൾ ദൈവം മുന്നൊരുക്കിയിരിക്കുന്നു അല്ലേ, മുന്നൊരുക്കിയിരിക്കുന്നതായിട്ടുള്ള സൽപ്രവൃത്തികൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു എന്നാണ് നാം പറയുന്നത്. ദൈവം മുന്നൊരുക്കിയിരിക്കുന്നുവെങ്കിൽ അത് ചെയ്യാനായിട്ട് ഒരു ദൈവികമായ ശക്തിയും വിശ്വാസത്താലുള്ളതായ ഒരു തലവും അതിനുണ്ട്. എൻ്റെ റിസോഴ്സസ് അല്ല, എൻ്റെ എന്തെങ്കിലുമല്ല, മറിച്ച് ദൈവം നൽകുന്നതായിട്ടുള്ള എൻ്റെ കഴിവിനപ്പുറമുള്ളതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. മനുഷ്യൻ്റെ കഴിവുകൊണ്ട് ചെയ്യുന്നതൊക്കെ ജഡത്തിൻ്റെ പ്രവൃത്തികളാണ്. ആത്മാവിൽ നിന്ന് ഉത്ഭവിക്കേണ്ടതാകണമെങ്കിൽ അത് ആ ജഡത്തിൻ്റെ പ്രവൃത്തികൾക്കും അപ്പുറം നമുക്ക് ശക്തിയും കഴിവും തരേണ്ടതായിട്ടുള്ള മറ്റൊരു മേഖലയിലെ പ്രവർത്തനമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കഴിവിൽ ചെയ്യാൻ ദൈവം കഴിവിൽ ചെയ്യാനുള്ള അവസ്ഥയുണ്ട്, സാഹചര്യമുണ്ടെന്നുള്ളതൊക്കെ ശരിയാണെങ്കിലും അതിനപ്പുറം ദൈവികമായിട്ടുള്ളൊരു ഇടപെടലോട് കൂടി തന്നെ ചെയ്യുവാനായിട്ട് സാധിക്കുന്ന, അങ്ങനെ മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഈ ദൈവം ഒരുക്കിയിരിക്കുന്നതായിട്ടുള്ള സൽപ്രവൃത്തികൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ചുറ്റും നോക്കിയാൽ നമ്മുടേതായിട്ടുള്ള ചിന്തയിൽ സൽപ്രവൃത്തികൾ ചെയ്യാൻ പലതും കാണും. പക്ഷെ ദൈവം മുന്നൊരുക്കിയിരിക്കുന്ന സൽപ്രവൃത്തികൾ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുകയും അത് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മെ സംബന്ധിക്കുന്നതായിട്ടുള്ള ദൈവിക പരിപാടി എന്ന് പറയുന്നത്. അത് ഏതെങ്കിലും ചില പ്രവൃത്തികളിൽ ഒതുങ്ങുന്നതല്ല, മറിച്ച് നമ്മൾ ചിന്തിച്ചതുപോലെ അത് നമ്മുടെ സ്വഭാവത്തിലും കാഴ്ചപ്പാടിലും നമ്മുടെ ജീവിതത്തിലും വരുന്നതായിട്ടുള്ള ഒരു വ്യത്യാസമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് നമ്മുടെ ജീവിതത്തിൽ അനുദിനം ഉളവാകേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. അത് വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിച്ച് ദൈവത്തിന്റെ കൃപയാൽ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. റോമർക്ക് ലേഖനം എഴുതുമ്പോൾ അതിന്റെ 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പസ്തോലത്വവും പ്രാപിച്ചു. ഈ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പസ്തോലത്വവും പ്രാപിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വിശ്വാസത്തിന്റെ അനുസരണം നമ്മൾ നേരത്തെ അത് ചിന്തിച്ചതാണ്. പത്രോസ് എഴുതിയ ലേഖനത്തിൽ നിന്നും ആത്മാവിന്റെ വിശദീകരണം പ്രാപിച്ച് അനുസരണം കാണിക്കുക. ഇവിടെ വിശ്വാസത്തിന്റെ അനുസരണം റോമർക്ക് എഴുതിയ ലേഖനം 16-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിലും അവിടെയും അത് തന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നിത്യദൈവത്തിന്റെ നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിന്റെ അനുസരണത്തിനായി. യഥാർത്ഥത്തിൽ ഈ സൽപ്രവൃത്തികൾ എന്ന് പറയുന്നത് നമ്മളുടെ വിശ്വാസത്തിന്റെ അനുസരണമാണ്. നമുക്കറിയാം, സ്കൂളിലും കോളേജുകളിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക്
അവരെ തിയറി പഠിപ്പിക്കും. എന്താണ്? ഫിസിക്സിലും കെമിസ്ട്രിയിലും ബയോളജിയിലും ഒക്കെ അവരെ തിയറി പഠിപ്പിക്കും. തിയറി പഠിപ്പിച്ച് അവരെ നല്ല മിടുക്കന്മാരാക്കി വിട്ടുകഴിഞ്ഞാൽ, ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഉദാഹരണം, വാഹനം ഓടിക്കുന്നതായിട്ടുള്ള പലരും ഇവിടെയുണ്ട്. മിക്കവാറും പലരും വാഹനം ഓടിക്കുന്നവരാണ്. ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പോയി വാഹനം ഓടിക്കുന്നതിനെ കുറിച്ച് വളരെ വിശദമായി ഒരു വർഷം നല്ലതുപോലെ അങ്ങ് പഠിച്ചു എന്ന് വിചാരിച്ചുള്ളൂ. ഡ്രൈവിംഗ് സ്കൂളിൽ പോയി അതിനുശേഷം വണ്ടിയെടുത്ത് കൊടുത്താൽ ഓടിക്കുവോ? ഇല്ല. അച്ചുകൂട്ടൻ സാമിനെ കൊണ്ട് പല ദിവസങ്ങളിലും അങ്ങനെ പഠിപ്പിക്കാൻ പോവുകയാണ്. ഇത് സ്കൂളിൽ പഠിച്ചാൽ, തിയറി പഠിച്ചാൽ ചെയ്യാവുന്നതായിട്ടുള്ള ഒരു കാര്യമല്ല ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. മണ്ണിരെയും പാറ്റയും ഒക്കെ ഡിസെക്ട് ചെയ്ത് മുറിച്ച് അതിൻ്റെ ആന്തരിക അവയവങ്ങളൊക്കെ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ കുട്ടികളെ പഠിപ്പിക്കും. അതുപോലെ പഠിക്കുന്നതായിട്ടുള്ള എല്ലാ തിയറികളും അതിൻ്റെ പ്രായോഗികതയും പ്രായോഗിക വശവും അത് നമ്മൾ ചെയ്ത് തന്നെ പഠിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. വിശ്വാസം എന്ന് പറയുന്നതും അതുപോലെ തന്നെ. നമ്മുടെ വിശ്വാസത്തിന് മുൻപോട്ട് പലപ്പോഴും വളർച്ചയില്ലാത്തത് എന്താണെന്നറിയാമോ? എന്താ വളർച്ചയില്ലാതെ? വിശ്വാസത്തിന്റെ ബാലപാഠങ്ങൾ പഠിച്ചപ്പോൾ അതിനോടുള്ള അനുസരണം നമ്മൾ പഠിച്ചില്ല. നാം വിശ്വാസത്തിന്റെ ബാലപാഠങ്ങൾ പഠിക്കുമ്പോൾ അതിനോടുള്ള അനുസരണം നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നാം ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മുടെ വിശ്വാസത്തിലുള്ള വളർച്ചയും, അതുപോലെ തന്നെ നമ്മെ വേറെ ധാരാളം മേഖലകൾ നമ്മെ ദൈവം ഏൽപ്പിക്കുവാനും കഴിയുന്നത്. എന്നാൽ ദൈവത്തിന് നമ്മെ ഒന്നും ഏൽപ്പിക്കാനായിട്ട് കഴിയില്ല. കാരണം എന്താ? നമ്മളിപ്പോഴും LKG-യിലും UKG-യിലുമായിട്ടിരിക്കുക. വിശ്വാസത്തിന്റെ കാര്യത്തിൽ, അതിന്റെ അനുസരണത്തിന്റെ കാര്യത്തിൽ നമ്മൾ LKG-യിലും UKG-യിലും ഇരിക്കുന്നത് കൊണ്ട് വിശ്വാസത്താൽ ഒരു വിശ്വാസി നേടേണ്ടതായിട്ടുള്ള ദൈവത്തിന്റെ ശക്തിയും ബലവും തിരിച്ചറിയേണ്ടതായിട്ടുള്ള, ദൈവകൃപ അനുഭവിക്കേണ്ടതായിട്ടുള്ള ധാരാളം മേഖലകൾ ഇന്നും ദൈവമക്കൾക്ക് അന്യമായി കിടക്കുകയാണ്. നമ്മളൊക്കെ ജോർജ് മുള്ളറിനെ പോലെയോ അതുപോലെയുള്ള ഭക്തന്മാരായിട്ടുള്ള ആളുകളുടെ ജീവചരിത്രം, നമ്മൾ ആത്മകഥകളോ ജീവചരിത്രമോ ഒക്കെ വായിക്കുമ്പോൾ നമ്മളങ്ങനെ വളരെ ഉത്തേജനം കൊള്ളും, അല്ലേ? അവരെ ദൈവം ഉപയോഗിച്ചതും അവരിലൂടെ ദൈവം പ്രവർത്തിച്ചതായിട്ടുള്ള അത്ഭുതങ്ങളെ കുറിച്ചൊക്കെ ഓർക്കുമ്പം, അതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അതിനെക്കുറിച്ചൊക്കെ പ്രസംഗിക്കും, പഠിപ്പിക്കും, പിള്ളേരെ പഠിപ്പിക്കും, അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യും. പക്ഷെ എന്തുകൊണ്ട് നമുക്ക് വിശ്വാസത്തിന്റെ ആ തലത്തിലേക്ക് ഉയരുവാനായിട്ട് കഴിയുന്നില്ല? നമ്മളിപ്പോഴും യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് പറയുന്നത് അല്ല, ഒരൊറ്റ കാര്യത്തിൽ അവസാനിച്ചിരിക്കുകയാണ്. അതിനൊരു പ്രവർത്തന തലത്തിൽ ഈ തിയറിക്കപ്പുറം ഒരു പ്രാക്ടിക്കലും ഉണ്ട് എന്നുള്ള കാര്യത്തെ നാം അപ്പാടെ മറന്നു കളഞ്ഞിട്ട് ഈ ഒരു LKG വിശ്വാസം പിടിച്ചുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ദൈവികമായിട്ടുള്ള ഒരു ഭാവം, ദൈവിക ജീവനിൽ നിന്ന് നമ്മളിൽ വ്യാപരിക്കുന്നതായിട്ടുള്ള ഒരു ദൈവിക സ്വഭാവം നമ്മൾ ഉണ്ടാകുന്നത് വഴിയുള്ള ഒരു സൽപ്രവൃത്തികളിൽ നമ്മൾ ഭവിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഇന്ന് നമ്മൾ ഏറ്റവും ശിശുക്കളെ പോലെ അറിവിന്റെ കാര്യത്തിൽ, നമ്മുടെ സ്വഭാവത്തിൽ നാം ശിശുക്കളെ പോലെ നിർമ്മലരായിരിക്കണം എന്നൊക്കെ പറഞ്ഞാലും അറിവിന്റെ കാര്യത്തിൽ നാം സത്യത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് വരണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങോട്ട് വരുവാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് വിശ്വാസ ജീവിതത്തിന്റെ, ക്രിസ്തീയ ജീവിതത്തിന്റെ ആ വലിയ തലങ്ങളെ അനുഭവിക്കുവാനോ ആസ്വദിക്കുവാനോ നമുക്കാർക്കും കഴിയാറുമില്ല. പ്രിയമുള്ളവരെ, എത്ര സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഈ തിയറിയും പഠിച്ചുകൊണ്ടിങ്ങനെ ഇരുന്നാൽ നമ്മുടെ ആയുഷ്കാലം ഒക്കെ നമ്മൾ അങ്ങനെ ഇരിക്കും. കർത്താവ് വന്നാൽ നമ്മൾ ഈ തിയറിയും പഠിച്ചേച്ച്, പലപ്പോഴും ഞാൻ സംശയിക്കുന്നതായിട്ടുള്ളൊരു കാര്യം, നമ്മൾ ഈ തിയറി പഠിച്ച് പോകുന്നു, അത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല, അല്ലേ? പലപ്പോഴും ദൈവത്താൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കെല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു, അല്ലേ? ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാം പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക, എത്രയാണ് വേണ്ടത്?
സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. ഇങ്ങനെയുള്ള വാക്തത്വങ്ങളൊക്കെ നമുക്കുണ്ടല്ലോ. നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ട് കൊള്ളുക. അത് നമ്മൾ പഠിച്ച ഒരു തിയറിയാണ്. അങ്ങനെ തിയറി പഠിച്ചു വച്ചിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് ചെറിയ ഒരു പരീക്ഷ ദൈവം അനുവദിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ കിടന്ന് കരഞ്ഞ് നിലവിളിച്ച്, അല്ലേ, നമ്മൾ കുടുംബത്തിലെ സമാധാനവും കളഞ്ഞ്, സഹോദരന്മാരുടെ സമാധാനവും കളഞ്ഞ്, അയൽവാസികളുടെ സമാധാനവും കളഞ്ഞ്. അപ്പൊ ചെറിയ പരീക്ഷകൾ വരുമ്പോൾ പോലും ഞാൻ ഏതെങ്കിലും ഒരാളെ കുറിച്ചോ രണ്ടാളെ കുറിച്ചല്ല, നമ്മുടെ എല്ലാവരുടെയും ഒരു സ്വഭാവമാണ്. എൻ്റെ ഭാര്യ തന്നെ സാക്ഷ്യം പറഞ്ഞപ്പോൾ കഴിഞ്ഞ ഡിസംബർ 31 പറഞ്ഞത് അങ്ങനെ ഒരു വേവലാതിപ്പെടുന്നൊരു ഭാവം ഉണ്ട് എന്നാണ്. അങ്ങനെ വേവലാതിപ്പെടുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ വിശ്വാസത്തിന്റെ തിയറിയെ പഠിച്ചിട്ടുള്ളൂ, അതിന്റെ പ്രായോഗികതയിലേക്ക് നമ്മൾ പോയിട്ടില്ല. ഭാര്യയുടെ കാര്യമൊക്കെ യൂട്യൂബിലേക്ക് വരിക ഇപ്പോൾ. അപ്പോ നമ്മുടെ വിശ്വാസത്തിന്റെ അനുസരണം എന്ന് പറയുന്നത് അത് പ്രാക്ടിക്കലാണ്. ഈ വിശ്വാസ ജീവിതത്തിന്റെ പ്രാക്ടിക്കൽ ലെസൺസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ തിയറി പഠിച്ച ആളുകളുടെ അടുക്കിലേക്ക് ദൈവം ചില ചെറിയ ചെറിയ പരിശോധനകൾ വിട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഒരു സമ്പൂർണ്ണ പരാജയമായിട്ട് തീരും. അപ്പോൾ നമ്മൾ ഇപ്പോഴും LKG-യിലും UKG-യിലുമായിട്ട് അങ്ങനെ തട്ടി കിടക്കുകയാണ്. ഇന്ന് സ്കൂളുകളിലൊക്കെ പോൾ പ്രൊമോഷൻ കൊടുത്ത് മിക്കവാറും ഒരുമാതിരി ജയിപ്പിക്കാവുന്നവരൊക്കെ ജയിപ്പിച്ചു വിടും. പക്ഷേ ആത്മീയ ജീവിതത്തിൽ അങ്ങനെ ഒരു പരിപാടിയില്ല. അത് നമ്മൾ ഓരോ തലവും നമ്മൾ കടന്ന് മുന്നോട്ട് പോയി തന്നെ നാം ആ ക്രിസ്തു എന്ന തലയോളം വളരണം. പ്രിയമുള്ളവരെ, ക്രിസ്തു എന്ന തലയോളം വളരുക, അല്ലെങ്കിൽ സത്യത്തിന്റെ പരിജ്ഞാനം പൂർണ്ണതയിലെത്തുക, സത്യത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് എത്തുക, പൂർണ്ണരായി തീരുക, കുറ്റമില്ലാത്തവരായി തീരുക എന്നൊക്കെ ദൈവവചനത്തിൽ ദൈവമക്കളെ സംബന്ധിക്കുന്ന ദൈവിക പരിപാടിയായി വെളിപ്പെടുത്തിയിട്ടുള്ളപ്പോൾ വിശ്വാസ ജീവിതത്തിന്റെ 10, 20, 30, 40, 50 വർഷം കഴിഞ്ഞിട്ടും നാം ഇപ്പോഴും ഒരു ശിശുവിനെ പോലെ തന്നെ വിശ്വാസകാര്യത്തിലും അനുസരണത്തിന്റെ കാര്യത്തിലും ഒരു ശിശുവിനെ പോലെ തന്നെയാണ് നാം ഇരിക്കുന്നതെങ്കിൽ അതിന്റെ അർത്ഥം നാം ഇതുവരെയും ഈ പ്രാക്ടിക്കൽ മേഖലകളിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളതാണ്. നമ്മളിപ്പോഴും രക്ഷിക്കപ്പെട്ടു, ഇനി ഞാൻ സ്വർഗത്തിൽ പോകും, ഒരു കുഴപ്പവുമില്ല എന്ന് പറയുന്ന 3 വാക്കുകളിൽ പിന്നെ എന്ത് ചെയ്യണം? സഭായോഗങ്ങൾക്ക് പറ്റുന്നിടത്തോളം സഭായോഗങ്ങൾക്ക് പോകണം, പിന്നെ എന്തെങ്കിലുമൊക്കെ ശുശ്രൂഷകൾ ചെയ്യണം എന്നുള്ളതിനപ്പുറമുള്ളതായിട്ടുള്ള യാതൊരു വക ആത്മീക വളർച്ചയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതൊരു വലിയ യാഥാർത്ഥ്യം. നമുക്ക് ഏതെങ്കിലും ഒരു പ്രതിസന്ധി നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല, ദൈവം അറിഞ്ഞാണ്, എൻ്റെ നന്മയ്ക്കാണ് എന്ന് വിശ്വസിച്ച് കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കാനായിട്ട് കഴിയുന്നെങ്കിൽ അത് വിശ്വാസത്തിൻ്റെ ഒരു അനുസരണമാണ്, അതൊരു പ്രാക്ടിക്കലാണ്. ഇന്ന് നമ്മൾ 2 പ്രാവശ്യം തമ്പി സഹോദരനും അതുപോലെ തന്നെ റോബിൻ ബ്രദറും എടുത്ത് വായിച്ചതായിട്ടുള്ള 2 പേരും പറഞ്ഞതായിട്ടുള്ളൊരു വാക്യം ഞാനിങ്ങനെ ശ്രദ്ധിച്ചു. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തന്നെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. അവിടെ 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 1, മനുഷ്യനിൽ ആശ്രയിക്കുന്നു. 2, ജഡത്തെ തൻ്റെ ഭുജമാക്കുന്നു. അതായത് എൻ്റെ സ്വന്തം ശക്തി, ആ സ്വന്തം ശക്തിയിൽ ആശ്രയിക്കുന്നു. 3, ഹൃദയം കൊണ്ട് ദൈവത്തെ യഹോവയെ വിട്ടുമാറുന്നു. അവിടെ യഹോവയെ വിട്ടുമാറുന്നു എന്നല്ല പറഞ്ഞേക്കുന്നത്, ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്നു എന്ന് വെച്ചാൽ പ്രവൃത്തികളിലൊക്കെ ആരാധനയുണ്ട്, സഭായോഗങ്ങളുണ്ട്, പ്രാർത്ഥനയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഹൃദയം കൊണ്ട് ദൈവത്തോട് കൂടെയല്ല. ഈ സ്വാതന്ത്ര്യം, അതായത് സ്വന്തം ശക്തിയിലും മറ്റുള്ളവരുടെ ശക്തിയിലും ആശ്രയിക്കുന്നതായിട്ടുള്ള കാര്യത്തെയാണ് യഥാർത്ഥത്തിൽ പാപം എന്ന് പറയുന്നത്. സ്വന്തം ശക്തിയിലും മറ്റുള്ളവരുടെ ശക്തിയിലും ആശ്രയിക്കുന്നത്. ദൈവത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് യഥാർത്ഥത്തിൽ
അത് ഉളവാക്കുന്നതായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഏതെല്ലാം സംഭവിച്ചത്. ആദമിനും ഹവ്വയ്ക്കും എന്താ സംഭവിച്ചേ? ഈ ശരിതെറ്റുകളൊക്കെ അറിയാനായിട്ട് നിങ്ങൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് എന്തിനാ പോകുന്നത്? ദൈവത്തോട് എന്തിനായി ചോദിക്കാൻ പോകുന്നത്? എപ്പോഴും ദൈവത്തെ എന്തിനാ ബുദ്ധിമുട്ടിപ്പിക്കണമെന്ന് ചിലപ്പം സാത്താൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടില്ല. സാത്താൻ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ദൈവത്തെ എന്തിനാ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്? നിങ്ങൾ ഈ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം അങ്ങ് തിന്നാൽ നിങ്ങൾക്കും ശരി തെറ്റുകളെ കുറിച്ചുള്ള തീരുമാനമെടുത്ത് ദൈവത്തിൽ നിന്ന് സ്വതന്ത്രരായി നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഒരു വലിയ ശക്തിയും കഴിവും ലഭിക്കും. ദൈവത്തിൽ നിന്ന് സ്വാതന്ത്രരാകാനായിട്ടുള്ള ഒരാലോചനയാണ് പിശാച് കൊടുത്തത്. ദൈവത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കാതിരിക്കുക എന്ന് പറയുന്നതാണ് പാപം. ഏതിലെ പാപവും അത് തന്നെയായിരുന്നു. പ്രിയമുള്ളവരെ, അതാണ് മനുഷ്യനിൽ ആശ്രയിച്ച്, സ്വന്തം ജഡത്തിൽ ആശ്രയിച്ച് ഹൃദയം കൊണ്ട് ദൈവത്തിൽ നിന്നകുന്ന മനുഷ്യരെ സംബന്ധിച്ച് പറയുന്നത് അവർ ശപിക്കപ്പെട്ടവരെന്നാണ്. ദൈവത്തിൽ ആശ്രയിക്കുക നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് വിശ്വാസത്തിന്റെ അനുസരണം എന്ന് പറയുന്നത്. നമ്മൾ എന്താ വിശ്വസിക്കുന്നത്? നമ്മൾ ആരല്ലേ വിശ്വസിക്കുന്നത്? നമ്മൾ എന്താണ് വിശ്വസിക്കുന്നത്? പലപ്പോഴും വിശ്വാസം എന്ന് പറയുന്നതുണ്ടല്ലോ, വളരെ ഉപരിപ്ലവമായ ഒരു പ്രതിഭാസമായിട്ടാണ് ആളുകൾക്ക് ഇരിക്കുന്നത്. അതിലൊരു വളർച്ചയോ ഒന്നും ആളുകൾക്ക് ലഭിക്കാത്തതിന് കാരണം എന്ന് പറയുന്നത് ഈ ചെറിയ പരീക്ഷ പോലും ജയിക്കാനായിട്ട് ഇന്നത്തെ വിശ്വാസികൾക്ക് സാധിക്കുന്നില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. അതുകൊണ്ട് വലിയ പരീക്ഷകളൊന്നും വരികയും കൊടുക്കാനായിട്ടും സാധിക്കുന്നില്ല. ഈ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ ഈ പറഞ്ഞതുപോലെ ഈ ലോക ജീവിതം അവസാനിപ്പിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദൈവിക ജീവൻ നമ്മളിൽ വളരുമ്പോൾ, ക്രിസ്തു നമ്മളിൽ ഉളവായി വളരുമ്പോൾ ആ ക്രിസ്തുവിന്റെ ഭാവം നമ്മളിലേക്ക് വന്ന് അതിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് സൽപ്രവൃത്തികളെന്ന്. അങ്ങനെ ആ ദൈവിക ജീവൻ നമ്മളിൽ വ്യാപരിക്കുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ അല്പമേ ഉള്ളൂ എങ്കിൽ, എങ്ങനെയാ അല്പം മാത്രം ജീവനുള്ള ആളുകളെ നമ്മൾ എവിടെയാ കാണണേ? എവിടെയാ സിസ്റ്ററെ കാണണേ? ഷെൻ സിസ്റ്ററെ ഹോസ്പിറ്റലില് ICUവിലും വെന്റിലേറ്ററിലുമാണ് കാണുന്നത്. സിസ്റ്റർ നേഴ്സ് ആയതുകൊണ്ട് ചോദിച്ചതാ. അപ്പൊ ഇന്നത്തെ വിശ്വാസഗോളം, വിശ്വാസികൾ എന്ന് പറയുന്നവര് യഥാർത്ഥത്തിൽ ആത്മീയമായിട്ട് സംസാരിച്ചാൽ, ഒരു ആത്മീയ കണ്ണുകളിലൂടെ നമ്മൾ കണ്ടാൽ, ഈ വിശ്വാസത്തിന്റെ അനുസരണവും വിശ്വാസത്തിന്റെ വളർച്ചയും ഈ പരീക്ഷയിലൊക്കെ തോറ്റുപോവുകയും ചെയ്യുമ്പോൾ എന്താണ്, എവിടെയാണ് നമ്മൾ കിടക്കുന്നതെന്ന് അറിയാവോ? നമ്മൾ കിടക്കുന്നത് വെന്റിലേറ്ററില്ല. ആത്മീയ ലോകത്ത് എപ്പോ വേണേലും അങ്ങോട്ടോ ഇങ്ങോട്ടോ, അല്ലെ? വെന്റിലേറ്ററിൽ കയറിയാൽ 100-ൽ എത്ര ശതമാനം ആളുകൾ ജീവിതത്തിലേക്ക് വരും? വളരെ കുറച്ച്. വെന്റിലേറ്ററിൽ കയറ്റിയോ മിക്കവാറും ഇത് ഹോസ്പിറ്റലുകൾക്ക് പൈസ ഉണ്ടാക്കാനായിട്ടൊരു മാർഗം എന്നുള്ള നിലയിൽ മാത്രമേ ഉള്ളൂ. അപ്പോ അങ്ങനെ വെന്റിലേറ്ററിൽ കിടക്കുന്ന വിശ്വാസികളാണ് ഇന്ന് ലോകത്തുള്ളത്. ഈ പരീക്ഷകളിൽ ഒരു വിദ്യാർത്ഥി ഒന്ന് ചിന്തിച്ചു നോക്കുക. 1-ാം ക്ലാസ്സിൽ കൊണ്ടുപോയി ഇരുത്തി 10 വർഷം പഠിച്ചു 1-ാം ക്ലാസ്സിലെ പരീക്ഷ പാസ്സാവുന്നില്ല. ഞാൻ ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ അവസ്ഥയെക്കുറിച്ചല്ല പറയുന്നത്, ഇതിനു മുമ്പ് ഒരു പക്ഷേ ഉണ്ടായിരുന്നതായിട്ടുള്ള ഒരു അവസ്ഥയെക്കുറിച്ച്. അതായത് മാർക്ക് കിട്ടിയാലേ ജയിക്കുള്ളൂ, ജയിക്കാൻ 40% മാർക്ക് വേണം എന്നുള്ളൊരു അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചുള്ളൂ. 10 വർഷം ഈ 1-ാം ക്ലാസ്സിലിരുന്ന് എഴുതുന്ന പരീക്ഷ മുഴുവൻ തോറ്റുപോകാന്ന് വിചാരിച്ചു. എന്താ സ്വാഭാവികമായിട്ടും പിന്നെ ഉണ്ടാകാൻ പോകുന്നത്? പണ്ട് നമ്മൾ അങ്ങനെ പറയല്ലേ, അവൻ പഠിത്തം നിർത്തി എന്ന് പറയും, ഇല്ലേ? ഇപ്പൊ അങ്ങനെ കേൾക്കാറില്ല. അവൻ പഠിത്തം നിർത്തി. അതുപോലെയാണ് ഇന്നത്തെ ക്രിസ്ത്യാനികളിലെ ഈ ജീവിതം സാധ്യമല്ല, ഞാനിത് അവസാനിപ്പിക്കുക. എന്താ കാര്യം? തോറ്റു പോകുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം പരീക്ഷകളും പരിശോധനകളും ഒക്കെ കൊണ്ടുവരുമ്പോൾ അത് നമ്മെ വിശ്വാസത്തിൽ വളർത്തേണ്ടതിന് വേണ്ടിയാണ്, അല്ലെ? യാക്കോബിന്റെ ലേഖനം എഴുതുമ്പോൾ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, ആ ഭാഗ്യം എനിക്ക് വേണ്ട, അല്ലെ? നമ്മളെങ്ങനെയാണ് പറയാ? നമ്മളെന്താ പറയാ? അജിസൗരി ചിരിക്കുന്നുണ്ട്, എന്തോ സംഭവിച്ചു എന്ന് തോന്നുന്നു. റോസറി സിസ്റ്റർ കൊണ്ട് ചിരിക്കുന്നു. അപ്പോ എനിക്ക് പരീക്ഷ, എനിക്ക് ആ ഭാഗ്യം വേണ്ട. പ്രിയമുള്ളവരെ, ആ ഭാഗ്യമില്ലാതെ നിത്യമായ ഒരു സൗഭാഗ്യം കർത്താവിനോട് കൂടെ ഒരു കാലത്തും കിട്ടുകയില്ല.
സഹിക്കണം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വിശ്വാസത്തിൽ കൂടുതൽ ബലമുള്ളവനായിട്ട്, ശക്തനായിട്ട്, ഇനി അതിനേക്കാൾ വലിയ 2ാം ക്ലാസ്സിലെ പരീക്ഷയിടും, 3ാം ക്ലാസ്സിലെ പരീക്ഷയിടും, 10ാം ക്ലാസ്സിലെ പരീക്ഷ വരും. അപ്പൊ കർത്താവിനോട് ചേർന്ന് കൂടുതൽ കൂടുതൽ ജീവിക്കുന്ന ആളുകൾക്ക് പരീക്ഷകൾ കുറച്ച് വരുമെന്നല്ല, അവർക്ക് വളരെ കഠിനമേറിയ പരീക്ഷകളായിരിക്കും അവരുടെ ജീവിതത്തിൽ പിന്നെ വരുവാനായിട്ട് പോകുന്നത്. 1ാം ക്ലാസ്സിലെ പിള്ളേർക്ക് എപ്പോഴും ആ നിലവാരത്തിലുള്ള പരീക്ഷകൾ മാത്രമേ കൊടുക്കുകയുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് പോലെ പനി പിടിച്ചെന്നോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും രോഗം വന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ തോറ്റുപോയി അല്ലേ? നമ്മൾ ആ ചെറിയ പരീക്ഷയിൽ പോലും തോറ്റുപോവുകയാണ്. വിശ്വാസത്തിന്റെ അനുസരണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലില്ല. അതുകൊണ്ട് തന്നെ ഈ സൽപ്രവൃത്തികൾക്ക് നമുക്ക് താല്പര്യമില്ല. അതെത്ര കേട്ടാലും നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല. കാരണം അത് ചെയ്യേണ്ടത്, ഒരു പക്ഷേ നമുക്ക് ആർക്കെങ്കിലും ഒരു പ്രശ്നമുണ്ട്, കുറച്ച് പൈസ പിരിക്കണം എന്ന് പറഞ്ഞാൽ എല്ലാവരും കൊണ്ടുവന്ന് നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ. ആ കൊണ്ടുവന്ന് പൈസയൊക്കെ ഇടും, നമ്മൾ ആ കാര്യങ്ങളൊക്കെ നടത്തും. അത് ജഡത്തിൽ നിന്നാണ്. അതിന് വലിയ പ്രതിഫലമൊന്നും സ്വർഗത്തിലുണ്ടെന്ന് നമ്മൾ വിചാരിക്കേണ്ട. ആരും അറിയാതെ കൊടുക്കുന്നവർക്ക് ചുരുക്കം ചില പ്രതിഫലമൊക്കെ ഉണ്ട്. കാരണം ഇടം കൈ കൊടുക്കുന്ന വലം കൈ അറിയരുത്. അറിയാതെ കൊടുത്തു കഴിഞ്ഞാൽ അതിന് ചെറിയ പ്രതിഫലമുണ്ട്. പക്ഷെ അത് ജഡത്തിൽ നിന്നാണ്, ആത്മാവിൽ നിന്നല്ല. ജഡത്തിൽ നിന്നുള്ള ഈ സൽപ്രവൃത്തികൾക്ക് വളരെ പരിമിതികളുണ്ട്. അത് ചെയ്യുന്നത് പലപ്പോഴും നമുക്ക് ചിലപ്പം കരുണ തോന്നിയിട്ട്, ചിലരോട് ചിലപ്പോൾ കരുണ തോന്നും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമ്മുടെ ഒരു ബലഹീന അല്ലെ, ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു കരുണ തോന്നി നമ്മൾ എന്തെങ്കിലും എടുത്ത് കൊടുക്കും എന്ന് പറയുന്നത് നമ്മുടെ ജഡത്തിൽ നിന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ ജഡത്തിൽ നിന്ന് വല്ലപ്പോഴും വരേണ്ടതായിട്ട് ഒരു പ്രവൃത്തിയായിട്ടല്ല സൽപ്രവൃത്തികൾ ഇരിക്കുന്നത്. നമ്മുടെ ആത്മാവിൽ നിന്നും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് തീരേണ്ടതായിട്ടുള്ള കാര്യമാണ് സൽപ്രവൃത്തികൾ എന്ന് പറയുന്നത്. അത് നമ്മുടെ സ്വഭാവമാണ്. ആരെ കണ്ടാലും. പക്ഷെ അങ്ങനെ സ്വഭാവമുള്ളവർക്ക് എന്ത് പറ്റുമെന്ന് അറിയാവോ? അങ്ങനെ സ്വഭാവമുള്ളവർ ഒത്തിരി പേര് പറ്റിച്ചിട്ട് പോകും. എന്നാലും പിന്നെ അവർ ചെയ്യും. ഞാൻ ഈ കരുവഞ്ചാൽ ലോക്കൽ ചർച്ചിൽ ഒരു സഹോദരനുണ്ട്, ജോഷി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ ഞങ്ങളുടെ ഒരു കുടുംബ സുഹൃത്തും ഞങ്ങൾ വളരെ അടുപ്പമുള്ള കുടുംബക്കാരുമൊക്കെയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് ഞങ്ങൾ പോയിരുന്നു. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് ആളുകൾ പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ? അദ്ദേഹത്തെ ആ നാട്ടിലുള്ള ഒത്തിരി ആളുകൾ പറ്റിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ആരോടും പരാതിയില്ല. പറ്റിക്കാൻ വേണ്ടി നിന്നു കൊടുക്കുന്ന ഒരു മനുഷ്യൻ എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് ആളുകൾ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ സ്വഭാവമായിരുന്നു എന്ത്? ആരെങ്കിലും ഒരു ബുദ്ധിമുട്ട് പറയുകയോ കാണുകയോ ചെയ്തു കഴിഞ്ഞാൽ കൊടുക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സ്വഭാവമായിരുന്നു. അത് അദ്ദേഹത്തിന്റെ സ്വഭാവമായിട്ട് രൂപപ്പെട്ടു. അതാണ് ആത്മാവിൽ നിന്ന് വരുന്നതായിട്ടുള്ള ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് പരീക്ഷകളൊക്കെ ജയിച്ച് ഈ 1ാം ക്ലാസ്സിൽ നിന്ന് നമുക്ക് കയറണ്ടേ? 2ലേക്കും 3ലേക്കും 4ലേക്കും 5ലേക്കും പിന്നെ 10ലേക്കും പിന്നെ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ഡോക്ടറേറ്റും ഒക്കെ വേണ്ടേ? അങ്ങനെ ഡോക്ടറേറ്റ് എടുത്തുള്ള ഒരാളാണ് പൗലോസ് അപ്പോസ്തലൻ എന്ന് പറയുന്നത് അല്ലേ? താൻ എങ്ങനെയാ ഡോക്ടറേറ്റ് എടുത്തു നമുക്ക് അറിയാൻ കഴിയുന്നേ? ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. അതാണ് പൗലോസ് അപ്പോസ്തലൻ ഡോക്ടറേറ്റ് എടുത്തു എന്നുള്ളതിന്റെ തെളിവ്. നമുക്ക് വേണ്ടേ ഡോക്ടറേറ്റ് ഒക്കെ? അങ്ങനെ ഡോക്ടറേറ്റ് നമുക്ക് എടുക്കണമെങ്കിലുണ്ടല്ലോ. കൊരിന്ത്യർക്ക് എഴുതിയ 2ാം ലേഖനം 11ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. വിശ്വാസ ജീവിതത്തിൽ ഡോക്ടറേറ്റ് എടുക്കാനായിട്ട് നമ്മൾ ജയിക്കേണ്ട പരീക്ഷകൾ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. കൊരിന്ത്യർക്ക് എഴുതിയ 2ാം ലേഖനം 11ാം അധ്യായത്തിന്റെ 22 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അവർ എബ്രായരോ ഞാനും അതെ, അവർ ഇസ്രായേലിലോ ഞാനും അതെ, അവർ അബ്രഹാമിന്റെ സന്തതിയോ ഞാനും അതെ, ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരനോ ഞാൻ ബുദ്ധിഭ്രമമായി സംസാരിക്കുന്നു, ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടികൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി. യഹൂദന്മാരാൽ ഞാൻ 1 കുറയെ 40 അടി 5 വട്ടം കൊണ്ടു.
3 വട്ടം കോലിനാൽ അടികൊണ്ടു, ഒരിക്കൽ കല്ലേറ് കൊണ്ടു, 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു, ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു, ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു, നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കളപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചത് കൂടാതെ എനിക്ക് ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കുമുണ്ട്. പ്രിയമുള്ളവരെ, പൗലോസ് അപ്പോസ്തലന് ഡോക്ടറേറ്റ് കിട്ടിയ പരീക്ഷകളായിരുന്നു ഇതെല്ലാം. എത്രയോ പരീക്ഷ പാസ്സായി അല്ലേ? എത്ര പരീക്ഷ പൗലോസ് അപ്പോസ്തലൻ പാസ്സായി? നമുക്ക് മനസ്സുണ്ടോ? അപ്പോൾ എന്തുകൊണ്ടാണ് സൽപ്രവൃത്തികളെ കുറിച്ചുള്ള ക്ലാസ് കേട്ടിട്ട് അത് നമ്മളിൽ ഒരു ചലനം ഉണ്ടാക്കാതിരുന്നത് എന്ന് മനസ്സിലായോ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്നാൽ ദൈവം മുന്നൊരുക്കിയിരിക്കുന്ന ചില പ്രവൃത്തികൾ നമ്മുടെ ശക്തിയിലോ നമ്മുടെ കഴിവിലോ നമ്മുടെ സമ്പത്തിലോ ആശ്രയിച്ചല്ല, അതിനപ്പുറം ദൈവത്തെങ്കിലുള്ള വിശ്വാസത്താൽ നാം ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. അല്ലാതെ കേവലം സ്വർഗത്തിൽ കൊണ്ടുപോകാം അല്ലേ? നമ്മൾ പിള്ളേരെയൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് മോഹിപ്പിക്കും. എന്തൊക്കെയാ? ടൗണിൽ കൊണ്ടുപോകാം, അല്ലെങ്കിൽ അത് മേടിച്ചരാ, ഇത് മേടിച്ചരാ, ഇന്നത് ചെയ്യുന്നൊക്കെ പറഞ്ഞ്. അപ്പം അതുപോലെ നിങ്ങൾ എന്നെ ഒന്ന് രക്ഷിതാവായിട്ട് ഏറ്റു പറഞ്ഞാൽ ഞാൻ നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് ചെറിയ ഒരു ഓഫർ തന്ന് ദൈവം ആരെയും വിളിച്ചിട്ടില്ല. രക്ഷ സൗജന്യമാണ്, അത് വിശ്വാസത്താലാണ്, നമുക്ക് ഒരു പ്രവൃത്തിയും ആവശ്യമില്ല, അതൊരു യാഥാർത്ഥ്യമാണ്. രക്ഷ എന്തെങ്കിലും പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ ദുരുപദേശമാണ്. പക്ഷെ അതിന് കൊടുക്കേണ്ട ഒരു വിലയുണ്ട്. എന്താണെന്നറിയാവോ? നമ്മളെ തന്നെ പൂർണ്ണമായി. അതാണ് അതിൻ്റെ വില. എന്നെ തന്നെ ഞാൻ കർത്താവിനെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുക, അതാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. എന്നാൽ ഇന്നത്തെ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഒരിക്കലൊരു ദേവദാസൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ ചില വാക്കുകൾ ഞാനിങ്ങനെ ഓർക്കുകയാണ്. വലിയ കാര്യങ്ങൾക്ക് വേണ്ടി വലിയ വിശ്വാസം ആവശ്യമാണ് അല്ലേ? ഒരു നിലയുള്ള വീട് പണിയാനായിട്ട് ഉള്ള വിശ്വാസത്തെക്കാൾ ഏറെ വിശ്വാസം വേണം 2 നിലയുള്ള ഒരു വീട് പണിയാൻ, അല്ലെങ്കിൽ വലിയ വീട് പണിയാൻ. ശരിയല്ലേ? അപ്പൊ കൂടുതൽ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? കൂടുതൽ ആഗ്രഹങ്ങളാണ്, മോഹങ്ങളാണ്. അതാണ് ഇന്ന് ലോകത്ത് വിശ്വാസം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഭൗതിക ജീവിതം എന്നുള്ളതില്ല, നമ്മുടെ ഈ ലോകത്തിലെ ജീവിതത്തിൽ നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന ഒരു വിശ്വാസമാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഇന്ന് ലോകത്തിലെ ക്രിസ്ത്യാനികളുടെ ഇടയിലുള്ളത്. അതാണ് ആളുകൾ ഓഫർ ചെയ്യുന്നത്. പുൾപ്പിറ്റിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നത് ആ വിശ്വാസത്തെയാണ്. നിങ്ങളുടെ ആ പ്രശ്നം തീരും, ഈ പ്രശ്നം തീരും, ദൈവകൃപ വീഴാനായിട്ട് പോകുന്നു, ഒഴുകാനായിട്ട് പോകുന്നു, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീരും. അല്ലല്ല, പൗലോസ് അപ്പോസ്തലന്റെ പ്രശ്നങ്ങൾ തീരുവാണോ ചെയ്തേ? അല്ലേ? പൗലോസ് അപ്പോസ്തലൻ വിശ്വാസത്തിലേക്ക് വന്നിട്ട് പ്രശ്നങ്ങൾ തീരുകയാണോ ചെയ്തേ? ഒരു ഒന്നാം തരം യഹൂദ പ്രമാണി, പരീശൻ, എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്നവൻ, ഒരു ക്രിസ്ത്യാനിയെ പിടിച്ചാൽ അവനെ കൊല്ലണോ വെറുതെ വിടണോ, എങ്ങനെ കൊല്ലണം എന്ന് തീരുമാനിക്കാൻ അവകാശമുണ്ടായിരുന്നവൻ എങ്ങനെയായി വിശ്വാസത്തിലേക്ക് വന്നു? അവന് വിശ്വസിച്ചു. എന്താ സംഭവിച്ചേ? എല്ലാ പ്രശ്നങ്ങളും തീരുവാണോ ചെയ്തേ? എല്ലാ പ്രശ്നങ്ങളും തുടങ്ങുവാണോ ചെയ്തേ? തുടങ്ങുകയേ ചെയ്തേ. വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് അതാണ്. ബേബി സഹോദരൻ നമ്മുടെ മീറ്റിങ്ങിന് വന്നു, പ്രശ്നങ്ങൾ അവിടെ തുടങ്ങി, അവിടെ ആരംഭിച്ചു. പക്ഷെ ഒരിക്കലും ക്ഷീണിക്കരുത്. വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് അത് പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുവാനായിട്ടുള്ള ഒരു ക്രമീകരണമല്ല. അത് പ്രശ്നങ്ങളെ സ്വീകരിച്ച് പരീക്ഷകളെ ഏറ്റെടുത്ത് ആ പരീക്ഷകൾ എഴുതി ജയിച്ച് അങ്ങനെ പൗലോസിനെ പോലെ ഡോക്ടറേറ്റ് സമ്പാദിച്ച് എൻ്റെ ജീവിതത്തിൽ എന്നെ സംബന്ധിക്കുന്നതായിട്ടുള്ള ദൈവേഷ്ടം ഞാൻ പൂർത്തിയാക്കി
എന്നെ ഏൽപ്പിച്ചതായിട്ടുള്ള എല്ലാ ശുശ്രൂഷകളും ഞാൻ നിവർത്തിച്ചു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ പറയുന്നതാണ്. അതാണ് വിശ്വാസ ജീവിതം. വിശ്വാസ ജീവിതത്തെ യഥാർത്ഥമായിട്ട് ഇന്നും ആളുകൾ മനസ്സിലാക്കുന്നില്ല, ആളുകൾ പ്രസംഗിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഒക്കെ ഈ സഭകൾ എന്ന് പറയുന്നതായിട്ടുള്ള കൂട്ടങ്ങളിലെ പ്രധാന വിഷയം എന്ന് പറയുന്നത്. വിശ്വാസം എന്താണെന്ന് ആളുകൾക്കറിയില്ല. വിശ്വാസത്തിന്റെ ഫലം എന്താണെന്ന് ആളുകൾക്കറിയില്ല. 100% തെറ്റായിട്ടാണ് വിശ്വാസത്തെ ഇന്ന് ആളുകൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വിശ്വസിക്കുന്നതായിട്ടുള്ള നമ്മളത് കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഓരോ ഞായറാഴ്ചകളിലും ഓരോ ദിവസങ്ങളിലും നമ്മൾ പഠിപ്പിക്കുന്നത് ശരിയായിട്ടുള്ള വിശ്വാസം എന്താണ്. നമ്മൾ തിയറി മാത്രം പഠിച്ചുകൊണ്ടിരുന്നാൽ പോരെ പ്രിയമുള്ളവരെ. നമുക്ക് ദൈവം നൽകുന്നതായിട്ടുള്ള പരിശോധനകളും പരീക്ഷകളും പരാജയങ്ങളും ഒക്കെ പ്രൊമോഷനുള്ള, അടുത്ത ക്ലാസ്സിലേക്കുള്ള പ്രൊമോഷനുള്ള ടെസ്റ്റുകളാണ്. നാം എന്നും പരാജയപ്പെട്ട് അവസാനം ഹൃദയം കൊണ്ട് കർത്താവിനെ വിട്ട് മാറി, ഒരുപക്ഷെ ഹൃദയം കൊണ്ട് കർത്താവിനെ വിട്ട് മാറിയാൽ അത് പുറമേ ആർക്കും അറിയില്ല, അല്ലേ? അവരെല്ലാം സഭായോഗത്തിന് വരുന്നുണ്ട്, സ്തോത്രം ചെയ്യുന്നുണ്ട്, അപ്പം നുറുക്കലിൽ പങ്കെടുക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, വൈകുന്നേരങ്ങളിലുള്ള പ്രാർത്ഥനാ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നുണ്ട്. അതെല്ലാം ഉണ്ട്, പുറമേ അറിയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പുറമേ മാറി സഭ വിട്ടുപോയി എന്നോ അല്ലെങ്കിൽ യഹൂദ പാരമ്പര്യം വിട്ടുപോയി എന്നൊന്നും അല്ല ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താ? ഹൃദയം കൊണ്ട് ദൈവത്തെ ഉപേക്ഷിച്ചു. അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താ വാക്കാ? ശപിക്കപ്പെട്ടവനല്ലേ? പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയം കൊണ്ട് നാം കർത്താവിനെ വിട്ട് മാറിയിട്ടാണോ ജീവിക്കുന്നത്? മറ്റാർക്കും അതറിയാൻ കഴിയില്ല, നമുക്ക് മാത്രമേ അതറിയാൻ കഴിയൂ. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ജീവിതത്തെ നമുക്ക് പരിശോധിക്കാം. ജീവനും സമൃദ്ധിയായ ജീവനുമുള്ളവരായി ദൈവസന്നിധിയിൽ ജീവിക്കുന്നവരാണോ നാം? അതോ ഒരു വെന്റിലേറ്റർ ജീവിതാനുഭവം മാത്രമേ നമുക്കുള്ളൂ? അങ്ങനെയെങ്കിൽ മരണം ഏകദേശം ഉറപ്പാണ്. എന്നാലും കർത്താവിൻ്റെ കൃപയും കർത്താവിൻ്റെ കരങ്ങളും നമ്മുടെ നേരെയുണ്ട്. ആ കരങ്ങളെ പിടിച്ചുകൊണ്ട് നമുക്ക് സമൃദ്ധിയായ ജീവനിലേക്ക് പോകാൻ അവസരം നമ്മുടെ ജീവിതാന്ത്യം വരെയുണ്ട്. ഒരിക്കലും മനുഷ്യനിൽ ആശ്രയിച്ച് സ്വന്തം ബലത്തിൽ, സ്വന്തം ഭുജത്തിലും ആശ്രയിച്ച് ദൈവത്തിലുള്ള വിശ്വാസത്താലുള്ള ജീവിതം വിട്ട് സ്വന്തം കഴിവിലും പ്രാപ്തിയിലും സ്വന്തം സാഹചര്യങ്ങളിലും ആശ്രയിച്ച് ജീവിക്കുന്ന ജീവിതമല്ല ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കാം. നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. കർത്താവേ,